ഡാർക്ക് എഡിഷനിൽ ഒരു ഫോർച്യൂണർ 2015 മോഡൽ 2 വീലും മാനുവൽ കേട്ടോ. GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും ഫുൾ ഡാർക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്ലാക്കിലാണ് റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡാഷ്ബോർഡ്, ഡോർ പാഡുകൾ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്കിലാണ് ഈ വാഹനം ചെയ്തിട്ടുള്ളത്. 2015 മോഡൽ തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 2,20,000 കിലോമീറ്ററാണ്. 2 വീല് മാനുവലാണ് ഈ വാഹനം വരുന്നത് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻഷുറൻസ് പുതിയതാണ് വരുന്നത് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളില്ലാന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ മെക്കാനിക്കൽ പരമായിട്ടും ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ ഇഷ്യൂസ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷനും ഈ വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്ന RTO ഓഫീസിക്ക് ഏത് RTO ഓഫീസാണോ നിങ്ങൾ പറയുന്ന RTO ഓഫീസിക്ക് ഈ വാഹനം നമ്പറാക്കി തരാൻ കഴിയും. ഇപ്പം അതർ സ്റ്റേറ്റ് വാഹനമാണ് ഉള്ളത്. അതേപോലെ തന്നെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷനാണ് വരുന്നത് കേട്ടോ. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊന്നും ഒരു രക്ഷയില്ലാത്ത വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ വർക്ക് എടുത്തിട്ട് ഇതുവരെ നമ്മൾ സെയിലൊരു വാഹനം ഇതുവരെ ഇട്ടില്ല. ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും സെയിലൊറ്റ വാഹനം ഇട്ടില്ല. ഇന്ന് ഫസ്റ്റാണ് ഇതേപോലെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് സെയിലിടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ബ്ലാക്കിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ എൻക്വയറീസ് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളി. ഇതിൻ്റെ ബോഡി കാര്യങ്ങളും മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ ഫ്ലഡ് കാര്യങ്ങളില്ല എന്നുള്ളതൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ ഒരു ഓപ്ഷനും തരുന്നുണ്ട്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷനാണ്. ഇതൊരു ഗ്രേ കളറിലാണ് ഈ വാഹനം വന്നിരുന്നത്. ഇത് കംപ്ലീറ്റ് നമ്മൾ ബാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സൈഡ് ബോഡി കാര്യങ്ങളുള്ള കേട്ടോ. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല, പക്ക കണ്ടീഷനാണ്. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു 70-80% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. സൈഡ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് പെയിൻ്റ് അടിച്ച് ഫുള്ള് പോളിഷ് ചെയ്ത വാഹനമാണ്. അതേപോലെ ബാക്ക് സൈഡ് വരുമ്പം LED ടൈലാമ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡിക്കി ഗാർണിഷ് LED ചെയ്തിട്ടുണ്ട് കേട്ടോ. ബമ്പർ സ്കാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ LED റിഫ്ലക്റ്റാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. ബോഡി കാര്യങ്ങൾ ഓവർ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമില്ല. ഇനി ഫോർച്യൂണറിനെ സംബന്ധിച്ചിടത്തോളം ഓവർ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ഏതൊരു വാഹനത്തിൽ നമുക്ക് വരാറില്ല കേട്ടോ. അത് നമ്മൾ ഗ്രേ കളറിലുള്ള വാഹനം ഫുള്ള് ബ്ലാക്കിലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. മെറ്റൽ ബോഡിയിൽ വരുന്ന പെയിൻറ്റിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. അതേപോലെ ഈ വാഹനത്തിന് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡോർ പാഡ്, അതേപോലെ റൂഫ് കാര്യങ്ങൾ എല്ലാ ഭാഗങ്ങളും ഫുള്ള് ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തി തന്നെ എല്ലാ സൈഡ് ഭാഗങ്ങളുള്ളത്. വർക്കും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ സീറ്റ് വൈസ് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പ്രൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഡോർ പാഡുകൾ, ഈ സൈഡത്തെ പാനൽ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ബ്ലാക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഫിറ്റിങ്സിലെ സീറ്റുകൾ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്ക് സൈഡ് ഭാഗങ്ങളിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ അതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ് കേട്ടോ. അപ്പോൾ ഇത് 2015 മോഡൽ 2 വീല് മാനുവലാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 14,50,000 രൂപയ്ക്ക് കേരളത്തിൽ നിങ്ങൾ പറയുന്ന RTO ഓഫീസിൽ വേണമെങ്കിൽ നമ്പറാക്കി കൊടുക്കാൻ കഴിയും. ഈ വാഹനത്തിൽ ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഓൾറെഡി നമ്പർ ആകാത്തതുകൊണ്ട് ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു മാസത്തെ ഗ്യാപ്പൊക്കെ കുറച്ച് പൈസക്ക് തരാം. ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളി. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.